എത്രാമത്തെ വയസ്സിലാണ് കൃഷ്ണ കോന്നി ആനക്കുട്ടി വരുന്നത്? നമ്മുടെ ഈ കോന്നി ഈ ഇവിടുത്തെ വനത്തിലെ ആനയാണോ ഇത്? അല്ലല്ല, ഇത് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെ ഇത്? അഗസ്ത്യാർകൂടെ ഭാഗത്തുള്ള ആന. ഇത് കോട്ടൂരൊക്കെ കിട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റിച്ച് തന്ന ആനയാണോ? അല്ലല്ല, ഇത് നമ്മുടെ പിന്നെ പേപ്പാറ ഡാമിന്റെ അവിടെ ഇറങ്ങി നാട്ടിൻപുറത്ത് ഭയങ്കര ശല്യമായിട്ട് നിന്ന ആനയാണ്. ഈ കൊച്ചാനക്കുട്ടിയോ? കൊച്ചാനയാണ്. ഇതുകൊണ്ട് ഇതിന്റെ തള്ളയുണ്ടായിരുന്നു. ശരി ശരി. അങ്ങനെ ഇതിനെ നമ്മൾ ഇവിടുന്ന് പോയി പിടിക്കുന്ന. കാട്ടാന കൂട്ടമില്ലായിരുന്നു? ഇല്ലല്ല, രണ്ടാന മാത്രമേ ഉള്ളായിരുന്നു. വലിയ ആനയായിരുന്നോ? തള്ളാന വലിയ ആനയായിരുന്നു. വലിയ ഭയങ്കര പൊക്കമുള്ള പിടി ആനയായിരുന്നു. നല്ല പ്രായം ഉണ്ടായിരുന്നു. ശരി ശരി. 2014 നമ്മൾ പോയിനെ പിടിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തുള്ള RKV മുലയുടെ എസ്റ്റേറ്റ് ചെയ്യുന്ന ആനയാണ്. അത് പറങ്കാന്തോട്ടം കാട്ടാനായിട്ട് അവിടെ കയറി അവിടെ ഭയങ്കര നാശമായിരുന്നു. അങ്ങനെ എന്നെ പിടിക്കാൻ വേണ്ടി ഓവറായതാ. അങ്ങനെ പിടിച്ചവരെ ഇവിടെ രണ്ടാന ഇവിടെ കൊണ്ടുവന്നു. തള്ളയാന ഒരു 5-6 ദിവസത്തിൻ്റെ അകത്ത് ചരിഞ്ഞു പോയി. ഞാനിക്കൊരു ഉദ്ദേശം ഒരു 4-5 വയസ്സോളം പ്രായം ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. ഇവിടെ കൊണ്ടുവന്നായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഒരു 5-6 ദിവസം നിന്നുള്ള ആനയ്ക്ക് നല്ല സുഖമില്ലാത്ത ആനയാണ്. നല്ല പ്രായമുള്ള ആനയായിരുന്നു. അതൊരു 6 ദിവസമായപ്പോഴത്തെ ചരിഞ്ഞു പോയി. നല്ല പ്രായമുള്ള ആനയായിരുന്നു. പിന്നെ ഇതിനെ കൂട്ടി തന്നെ ഇട്ട് കെട്ടിപ്പഴക്കി ഇറക്കിയതാ. വലിയ ആന എത്ര ദിവസം നിന്ന് പിടിയാന? വലിയ ആന ഒരു 6 ദിവസം നിന്നുള്ളൂ. നല്ല ഭയങ്കര അസുഖം, ഉള്ളിൽ കേടുണ്ടായിരുന്നു. എനിക്ക് നല്ല ബെരയുടെ അസുഖം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മരുന്നൊക്കെ ഒരു പരമാവധി നോക്കി. അവശതയായിരുന്നു. അതുകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അവശതയായിരുന്നു. നമ്മളിവിടെ പിടിക്കാൻ പോയപ്പോൾ തന്നെ ഇവിടുന്ന് നമ്മുടെ താപ്പാനയില്ലാത്ത ഒരു താപ്പാനേ ഉള്ളായിരുന്നു. അതായത് കൂട്ടൂരായിരുന്നു. മറ്റേ ആന നീരി കിട്ടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സോനാന ഇവിടെ നീരില്ലായിരുന്നു. പിന്നെ മണിയാനെ കൂട്ടൂരായിരുന്നു. മണിയാനെ പിന്നെ കൂട്ടുന്നവിടെ കൊണ്ടുവന്നു. ഇവിടെ നമ്മളിവിടെ നിന്ന് കൊടുമണ്ണ് നിന്ന വിനായകൻ എന്ന് പറയും. ഇപ്പം മനുസ്വാമി മറത്തേക്കുന്നത് തൃശ്ശൂർ പാലക്കാട്. അതിനെ കൂടെ കൊണ്ടുപോയിരുന്നു. 2 കൂടിയാണ് പിടിച്ചത്. പിടിച്ച് വണ്ടിയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നത്. വരുന്നു പറയാനുണ്ടായിരുന്നു. വണ്ടിയൊക്കെ കയറ്റാനും പിടിക്കാനൊക്കെ സൗകര്യമായിരുന്നു. കാട്ടാനേ ഇല്ല, അതുകൊണ്ട് ചെറിയൊരു ഡോസ് കൊടുത്തിട്ട് ആന പിടിക്കുന്നത്. കൊണ്ടുവരാൻ പറ്റി. അതിന്റെ തള്ളടക്കി തന്നെ അങ്ങോട്ടോട്ട് മാറത്തില്ല, അതിന്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പം ഒരു 10 വർഷത്തോളം ഇവിടെ വന്നിട്ട്. 2014 വന്നപ്പോൾ 10 വർഷമായി ഇവിടെ വന്നിട്ട്. കുഴപ്പമില്ല, ചെറിയ ആനയില്ല. അപ്പം അതിൻ്റെ അകത്തുള്ള കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവനെ വളർന്നു. കൊണ്ടുവരുമ്പോൾ ഒരു അരയടി കൊമ്പ് പോലും ഇല്ലായിരുന്നു. കൊമ്പൊക്കെ ചാടി നല്ല അത്യാവശ്യം പൊക്കവും വെച്ചു. ഇപ്പോൾ ഒരു 8-8 അടി പൊക്കമായി ഇപ്പോൾ എനിക്ക്. ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ട്രെയിനിങ് രാവിലെ നടത്തുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഒരു 10 റൗണ്ട് നടത്തും. ഭക്ഷണം നമ്മൾ രാവിലെ 10-10:30 ആകുമ്പോഴത്തെ ചോറ് കൊടുക്കാൻ കൊണ്ടുപോകും. അത് പച്ചരി വേവിച്ച് പഞ്ഞിപ്പുല്ലും ചെറുപയറൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഗോതമ്പൊടിയും പഞ്ഞിപ്പുല്ലിട്ട് ഇളക്കി ശർക്കരയും പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ വേറെന്താ ഭക്ഷണമുള്ളത്? വേറെ നമുക്കിവിടെ പുല്ല്, തീറ്റപ്പുല്ലുണ്ട്. നമുക്കിവിടെ കൃഷിയുണ്ട്, മണ്ണിര കൃഷിയുണ്ട്. രാവിലെ നമുക്ക് എത്തിച്ചേരും ഇവിടാണെങ്കിൽ. ഞാനിക്കൊക്കെ തീറ്റ കൂടുതൽ 250 കിലോ മേളിലുണ്ട്. കൊച്ചാനയുണ്ട്. 250 കിലോ പുല്ലുണ്ട്. അല്ല, നിന്നു കളയത്തില്ല. രാവിലെ വൈകിട്ട് നടത്തിക്കാൻ പോകുന്നുണ്ട്.